നാളെ ജൂൺ 1-ാം തീയതി സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. പക്ഷേ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു ക്ലാസ് റൂം മാത്രം നാളെയും അടഞ്ഞു തന്നെ കിടക്കും. സ്കൂൾ വളപ്പിൽ വെച്ച് ഷോക്കേറ്റ് പിടഞ്ഞു മരിച്ച മിഥുനെ ആരും മറക്കാനിടയില്ല. 8B ക്ലാസ് മുറി നാളെയും തുറക്കില്ല. മിഥുൻ മരിച്ചതിന് പിന്നാലെയാണ് തേവലക്കര ബോയ്സ് HS അവന്റെ ക്ലാസ് മുറി അടച്ചത്. ഈ ക്ലാസ് മുറി ഈ അധ്യയന വർഷവും അടഞ്ഞു തന്നെ കിടക്കും. കഴിഞ്ഞ വർഷം പുതുതായി ചേർന്നതാണ് എങ്കിലും മിഥുൻ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിലാണ് ഒരുപാട് കൂട്ടുകാരെ സമ്പാദിച്ചത്. അവരുടെ എല്ലാം മനസ്സിൽ മിഥുന്റെ ഓർമ്മകൾ ഒരു സങ്കടമാകാതിരിക്കാനാണ് ആ ക്ലാസ് മുറി തുറക്കാത്തത്. സ്കൂളിലെ ഏറ്റവും പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലായിരുന്നു 8B ക്ലാസ്. കഴിഞ്ഞ വർഷം ജൂലൈ 17-ന് ക്ലാസ് മുറിയിൽ കളിക്കവേ സഹപാഠിയുടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന്റെ തകരഷീറ്റ് പാകിയ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണു. ആ ചെരുപ്പെടുക്കാൻ ക്ലാസിന്റെ അരഭിത്തിക്ക് മുകളിലുള്ള തടിപ്പാളുകൾക്കിടയിലൂടെ ഷെഡിന് മുകളിൽ ഇറങ്ങിയ മിഥുൻ കാൽ വഴുതി 3 ഫേസ് ലൈനിലേക്ക് വീഴുകയായിരുന്നു. മിഥുന്റെ ദാരുണാന്ത്യത്തിന് പിന്നാലെ 8B ഡിവിഷൻ മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് മാറ്റുകയുണ്ടായി. ക്ലാസ് മുറിയോട് ചേർന്ന് കടന്നുപോരുന്ന 3 ഫേസ് ലൈൻ തൊട്ടടുത്ത ദിവസം തന്നെ അഴിച്ചു മാറ്റുകയും ചെയ്തു. അരഭിത്തിക്ക് മുകളിലെ പലകകൾക്ക് പകരം അവിടെ ഇരുമ്പ് നെറ്റ് അടിച്ചിട്ടുണ്ട്. കഴുക്കോലുകൾ മാറ്റിയിട്ടുണ്ട്. 8B ക്ലാസ് മുറിയുള്ള കെട്ടിടം നവീകരിച്ചിരുന്നു. എന്നാൽ അത്രയും ദാരുണമായ ഒരു സംഭവത്തിന് പിന്നാലെ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൗൺസിലിംഗ് നടത്തിയ വിദഗ്ധർ മിഥുന്റെ ഓർമ്മകൾ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് സ്കൂൾ അധികൃതർക്ക് നൽകിയ ഉപദേശം. 8 അടി അകലത്തിൽ 3 ഫേസ് ലൈൻ ഉണ്ടായിട്ടും കെട്ടിടത്തിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂൾ. കഴിഞ്ഞ ജനുവരി വരെ ഹെഡ്മിസ്ട്രസ് സുജ സസ്പെൻഷനിലായിരുന്നു. മാർച്ച് 31-ന് അവർ വിരമിച്ചു. അപകടത്തിന് പിന്നാലെ സ്കൂൾ ഭരണം സർക്കാർ ഏറ്റെടുത്തിരുന്നു. വിളന്തറ മനുഭവനിൽ മനുവിന്റെയും സുജയുടെയും മൂത്ത മകനായിരുന്നു മിഥുൻ. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന കമ്മിറ്റി മിഥുന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകി. കഴിഞ്ഞ തവണ അനാസ്ഥ കാട്ടിയ സർക്കാർ വകുപ്പുകളെല്ലാം തേവലക്കര സ്കൂളിൽ ഇത്തവണ തുടർച്ചയായി പരിശോധന നടത്തി. മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഏപ്രിലിൽ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിച്ചു. DDEയും DEOയും പലതവണ എത്തി. KCB ഉദ്യോഗസ്ഥരും പരിശോധിച്ചു. 28 ലക്ഷത്തോളം രൂപയുടെ അറ്റകുറ്റപ്പണിയും മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.